ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പന്തളത്തിനടുത്ത് കുളനടയിലുള്ള ഒരു വെറൈറ്റി പാർക്കിലാണ്. ആരോഗ്യ നികേതനം ഹെൽത്ത് തീം പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കാണ് ആരോഗ്യ നികേതനം. വൈലോപ്പിള്ളിയുടെ കവിതകളുടെ ഗംഭീര തീം കൊണ്ട് ഡിസൈൻ ചെയ്ത ചുവരുകളൊക്കെ ചെല്ലുമ്പോഴേ നമുക്കൊരു വെറൈറ്റി ഫീല് തന്നെ നൽകും. ഇതൊരു ആരോഗ്യ തീം പാർക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഇതുപോലുള്ള ഒരുപാട് ക്യാപ്ഷൻസ് നമുക്ക് ഇവിടെ പല രീതിയിലും തീമിലുമൊക്കെ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നല്ല പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണും. ഇപ്പം 40 രൂപയാണ് ഒരാൾക്ക്, മുമ്പ് 20 രൂപയായിരുന്നു. പുറത്തു നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ ഒന്നും ഇതിനകത്ത് കയറ്റത്തില്ല. മോഡേൺ മെഡിസിന്റെ പിതാവായ ഹിപ്പോക്രൈറ്റ്സിന്റെ സ്റ്റാച്ചു ഒക്കെ ചെല്ലുമ്പോഴേ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആരോഗ്യരംഗത്തിൽ കേരളം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാണെന്ന് സ്ഥാപിക്കുന്ന കുറേ ബോർഡുകൾ ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ നിൽക്കുന്ന എല്ലാ ചെടികളിലും മരങ്ങളിലും അതിൻ്റെതായ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അറിയാത്തവർ അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേക്കും നമുക്കൊരു മത്സ്യകന്യക ഇവിടെ കാണാൻ കഴിയും. ഒരു പ്രാവശ്യം ഞാനും അമ്മ ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് ഇവിടെ ഇതുപോലെ ഈ മത്സ്യകന്യയും ഉണ്ടായിരുന്നു, അകത്ത് കുറേ മീനുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ ഈ വെള്ളം തെറിപ്പിക്കുന്ന സംഭവമൊന്നും അന്ന് ഞങ്ങൾ കണ്ടില്ലായിരുന്നു. ഇനി അവർ പുതിയതായിട്ട് സെറ്റ് ചെയ്തതായിരിക്കും. എന്തുവായാലും കുറച്ചുകൂടെ ഇരുട്ടി കഴിയുമ്പോൾ ഇതിന് ചുറ്റും ലൈറ്റും കൂടെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗി തന്നെയായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോ ചെടികളിലും മരങ്ങളിലും അതിൻ്റെതായ പേരുകളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ദാ ഒരാൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം ഓരോ പ്രതിമകളാണ്. ഇവിടെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി കുറേ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും കുഞ്ഞു കുഞ്ഞു മഷ്റൂമിൻ്റെ പല കളറിലുള്ള പച്ച, നീല, മഞ്ഞ, ചുവപ്പ് എന്നീ പല കളറുകളിലുള്ള ചെറിയ ചെറിയ ശില്പങ്ങൾ കാണാം. അത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അവർ ആ ലവ് രീതിയിൽ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പുരാതന കാലത്തെ തുളസിത്തറയും വെടിവെട്ടവും ഒക്കെ ഈ ഹെൽത്ത് പാർക്കിന് ഒരു നൊസ്റ്റാൾജിക് ആംബിയൻസ് ഒക്കെ നൽകുന്നുണ്ട്. ഇതിന്റെ മുമ്പിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. അതെല്ലാവരും വരുന്നവരെല്ലാം ഇരുന്ന് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇതൊന്നും കാണാത്ത പുതിയ തലമുറയ്ക്ക് ഇതൊരു ഗംഭീര അനുഭവം തന്നെയാണ്. ഇതിന് തന്നെ അടുത്തോട് ചേർന്ന് ഒരു പത്തായപ്പുരയും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ പത്തായപ്പുരയും തുളസിത്തറയും എല്ലാം കാണുമ്പോൾ തന്നെ ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീല് തന്നെയാണ്. അങ്ങോട്ട് പോകുന്തോറും ഓരോ സ്റ്റാച്ചുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ കണ്ടോ, ഒരു അമ്മ കണ്ട് അരി കണ്ട് ഇടിച്ചു പൊടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ളൊരു സ്റ്റാച്ചു ആണ്. കൊള്ളാം, അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ദൂരെ നോക്കുമ്പോൾ അവിടെ ആരാണ്ട് നിൽക്കുന്ന പോലെ തോന്നും. ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട വേറൊരു കൊച്ചേട്ടൻ ഇവിടെ ഇങ്ങനെ ഉണ്ട് പാടത്തോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ തലയിൽ പാളയെല്ലാം കെട്ടി ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ്. ഇവിടെ തന്നെ കുറേ നമുക്ക് ആഹാരം കഴിക്കാം. ആഹാരമല്ല, കാപ്പി, ചായ, അങ്ങനെ ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടുന്ന് കഴിക്കാം. ഞങ്ങളിത് രണ്ടാമത്തെ ഓട്ടമാണ് അല്ലേ? പന്തളത്ത് രണ്ടാമത്തെ വട്ടം ഞാൻ മോനോട് വരുന്നു. ഞങ്ങൾ കഴിഞ്ഞ മാസം വന്ന് അന്ന് ഇവിടെ 20 രൂപയായിരുന്നു ഒരാൾക്ക്. ഇപ്പൊ 40 രൂപയായി. പുതിയ വർഷമായപ്പോ മാറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഒരു ചെടിച്ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ചെടിച്ചട്ടി മാറ്റി, അല്ലാതെ ഒരു മാറ്റവും ഇല്ല ഇവിടെ. കാണിക്കാം കേട്ടോ. കാണാൻ ഒരുപാടുണ്ട്. രാവിലെയൊക്കെ വന്ന അന്ന് ഞങ്ങൾ വന്നത് ഒത്തിരി ഇരുട്ടി. അന്ന് ഇത്രയൊക്കെ കാണുമെന്ന് ഞങ്ങൾ അറിയത്തില്ല. ഞങ്ങളിവിടെ വന്നപ്പോ 6 മണിയായില്ലയോ? ആ സമയമൊക്കെ ഇപ്പൊ ഇരുട്ടി. അന്ന് അതുകൊണ്ട് അധികം സ്ഥലം എടുക്കാൻ പറ്റിയില്ല. രാത്രിയായപ്പോ ഇതിനകത്ത് ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഒത്തിരി സ്ഥലത്തോട്ട് പോകാനും പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് നേരത്തെ അങ്ങ് ഇറങ്ങി. ഇപ്പൊ 3:30 ആയുള്ളൂ. കല്ലൊന്നും എടുത്തോണ്ട് പോവല്ലേ, കല്ല് മോഷണക്കായി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, സാധാരണ പാർക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹെൽത്തിനും ഫിറ്റ്നസ്സിനും പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലമാണ് ഇത്. വെറും ഒരു ഹോസ്പിറ്റൽ എന്നതിലുപരി പ്രകൃതിയോട് ചേർന്ന് നിന്ന് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഈ പാർക്കിന്റെ പ്രത്യേകതകൾ എന്തെന്നാൽ, മരുന്ന് കഴിക്കുന്നതിനേക്കാൾ മുൻപ് അസുഖങ്ങൾ വരാതെ നോക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഞാനവിടെ നോക്കുന്ന സമയത്ത് കുറേ പണിക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് കണ്ടു. അപ്പം ഞാനൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെ ഇനിയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കുറേ കാര്യങ്ങൾ ഇവിടെ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കിലാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഇവിടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിരിക്കും ഇവർ ഇപ്പോൾ 40 രൂപ ചാർജ് ചെയ്തതെന്ന് തോന്നുന്നു. കാരണം പക്ഷെ 40 രൂപ കഴിഞ്ഞ വട്ടം കണ്ടതിനെക്കാട്ടി ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ജനുവരി തൊട്ട് ന്യൂ ഇയർ പ്രമാണിച്ചാണ് അവരിപ്പോൾ ചാർജ് കൂട്ടിയെന്ന് പറഞ്ഞത്. മറ്റേത് 20 രൂപയായിരുന്നു.
അതായിരുന്നു ഒന്നുകൂടെ നല്ലത്. പക്ഷേ ഇനി അവർക്കിനി ഒന്നും കൂടെ പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരാനായിരിക്കാം. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പും നല്ല കാറ്റുമുള്ള മനോഹരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ. ഇവിടെ പിന്നെ ഒരു മനോഹരമായ കാഴ്ച കണ്ട് വേറൊന്നുമല്ല, ഇവിടെ ഒരു റീഡിംഗ് ലോഞ്ച് ഒരുക്കിയിട്ടുണ്ട്. ലോഞ്ചിലെ ചെറിയ കസേരയും കുളത്തിനോട് ചേർന്നുള്ള ആംബിയൻസും ഒക്കെ കിടിലനാണ്. വിവിധ സാഹിത്യന്മാരുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫേമസ് കോട്ടിങ്സും ഈ റീഡിംഗ് ലോഞ്ചിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ദൂരെ നോക്കുമ്പോൾ തോന്നും കുറേ പുസ്തകങ്ങൾ ഇവിടെ അടുക്കി വെച്ചേക്കുവാണെന്ന്. എന്നാലല്ല, ഇത് മൊത്തം ഫ്ലെക്സ് ആണ്. അവിടെ നമ്മൾ ചെന്നാണ്ട് കൈയും കൊണ്ട് ഞാൻ ഇങ്ങനെ ഇടിച്ച് കാണിക്കാം, കണ്ടോ, ഫ്ലെക്സ് ആണ്. പക്ഷെ ദൂരെ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് ഒരു പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചേക്കുന്ന പോലെ ഉണ്ട്. എന്നാൽ പുസ്തകമുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. വായിക്കുന്നവർക്ക് അത് വായിച്ച് അവിടെ ആട്ട് ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമാണ്. അതോടെ തീർന്നതന്നെയാണ്. താഴെ ഒരു കുളം, കുളത്തിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ 2 ഡോൾഫിനൊക്കെ. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഒരു പുതിയതായിട്ട് പണിഞ്ഞതാന്ന് തോന്നുന്നു. പിന്നെ ഈ കുളത്തിൽ കുറേ വരാലും കുറച്ച് കുഞ്ഞു കുഞ്ഞൻ ആമകളൊക്കെ കണ്ടായിരുന്നു. അതിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കാണുന്നില്ല. അതിന് മുമ്പ് ചുമ്മാ നിന്നപ്പോൾ അവിടെയൊക്കെ പോകുന്നത് കണ്ടു. പിന്നെ ഇവിടുത്തെ പ്രകൃതിയോടുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്ന് നടന്ന് അങ്ങോട്ട് വരുമ്പോൾ ദാണ്ടെ ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ആംബിയൻസ് തന്നെ ഇവിടെ അവർ സൃഷ്ടിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട്. 3:30 ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ വെള്ളം ഇതുവരെ തുറന്നു വിട്ടില്ല. വെള്ളച്ചാട്ടവും ഒന്നും കണ്ടില്ല. പക്ഷേ വെള്ളച്ചാട്ടവും ഉണ്ട്, ഞാൻ കാണിക്കാം. കാരണം ഞാൻ അവസാനം പോകുന്ന സമയത്ത് ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വീഡിയോ എടുത്തിട്ടുണ്ട്, അവസാനം ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. മറക്കാതെ ഇത് നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, പാദരക്ഷയൊക്കെ പുറത്തിട്ട് വേണം അങ്ങോട്ട് കടക്കണം എന്നൊക്കെ പറയുന്നത്. പിന്നെ എവിടെ നോക്കിയാലും പണിക്കാരാണ്. പുതിയ പുതിയ അവർ ഓരോന്ന് സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നോക്കിയപ്പോൾ അവിടെ കുറച്ച് കൃഷി, അത് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ജമന്തിപ്പൂ ഉണ്ടല്ലോ, ജമന്തിപ്പൂവിൻ്റെ തൈയല്ല അവിടെ നട്ട് വെള്ളം നനയ്ക്കുവാണ്. അവിടെ ഒത്തിരി അടുത്തായിട്ടുണ്ട്. ഇതിന് തൊട്ട് മേലെ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ തൊട്ട് മേലോട്ട് നോക്കുവാണെങ്കിൽ ഒരു വാച്ച് ടവർ നമുക്ക് കാണാവുന്നതാണ്. ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ തന്നെയാണ് ഈ വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് ഫോട്ടോ എടുക്കുകയാണ്, വേണമെങ്കിൽ വീഡിയോ എടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് മുകളിൽ കയറി നിന്ന് എടുക്കാം. ഒരു പൊളി വൈബാണ് ഇതിന് മുകളിൽ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ. 6 പേര് മാത്രമേ ഇതിൽ അവർ കയറ്റി വിടത്തുള്ളൂ, കൂടുതൽ വെയിറ്റ് താങ്ങത്തില്ല. അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങളവിടെ ചെന്നപ്പോൾ 2 പേരേ ഉള്ളൂ, ഞാനും അമ്മയും. പക്ഷെ ഞങ്ങൾ മാത്രമല്ല, അവിടെ കുറേ പേര് വന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണുവാണ്. അതുകൊണ്ട് അവർ ഇതൊക്കെ കണ്ടിട്ട് അവർ കയറുന്നൊന്നും കണ്ടില്ല. അപ്പോൾ അവർ നേരെ പോയി. ഞങ്ങൾ മാത്രമേ അപ്പോൾ വന്നതിൽ കയറിയിട്ടുള്ളൂ. അവരെയും പിന്നെ കയറുമായിരിക്കും. എന്തായാലും ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ റീൽസൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. അല്ലാതെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് നല്ല കോമഡി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഉടനെ വരും. പിന്നെ പേടിയുള്ളവരൊന്നും ഇതിൻ്റെ മണ്ടയ്ക്ക് കയറാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ മണ്ടയ്ക്കോട്ട് കയറുമ്പോൾ ചിലവർക്ക്, അമ്മയ്ക്കൊക്കെയാണ് ചെറുതായിട്ട് കാല് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. കുടുംബവുമായി വൈകുന്നേരം വന്നിരിക്കാനും കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും ഒക്കെ പറ്റിയ ഒരിടമാണ് ഇവിടെ. അപ്പോൾ പത്തനംതിട്ട ഭാഗത്തുള്ളവർക്കും പന്തളത്ത് വരുന്നവർക്കും തീർച്ചയായും വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ കുറേ ആമ്പലൊക്കെ നട്ടിട്ടുണ്ട്. ഇതിനകത്ത്, ഈ കുളത്തിനകത്ത് ഇവർ ആമ്പൽ മാത്രമല്ല, അതിനകത്ത് മീനും ഉണ്ട്. സൂക്ഷിച്ച് കണ്ട് സൂം ചെയ്ത് നോക്കിയാൽ കുറേ ഗപ്പിക്കുഞ്ഞന്മാരും സാരിവാലന്മാരും അങ്ങോട്ട് കിടന്ന് ഓടുന്നത് കാണാം. ഇവിടെ 3-4 എണ്ണം ഉണ്ട് ഇങ്ങനെ അവർ ആമ്പൽ നട്ട് വെച്ചേക്കുന്നത്. അതിൽ ചിലതൊക്കെ മുട്ടുണ്ട്, ചിലതിനകത്തൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അത് ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിനകത്തെല്ലാം കുഞ്ഞു കുഞ്ഞു ഗപ്പികളുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയൊരു സമാധാനം തോന്നി. ഒരുപാട് തിരക്കുകൾക്കിടയിൽ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടം. എന്ത് രസമാണ്, മനസ്സിനൊക്കെ ഒരു ശാന്തത തന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അനുഭവിച്ചു കഴിഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾ പന്തളത്ത് വഴി വരുമ്പോൾ ഇവിടെ ഒന്ന് സന്ദർശിക്കാവുന്നതാണ്. നല്ല സ്ഥലമാണ്. ഈ 40 രൂപ പോയാലും കുഴപ്പമില്ല, നമ്മുടെ ഹെൽത്ത് വരട്ടെ, പവർ വരട്ടെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇവിടെയൊക്കെ നടക്കുമ്പോൾ തന്നെ കുറച്ചൊരു വ്യായാമം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ 40 രൂപ പോട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് കാണുന്നതിലുപരി നിങ്ങൾക്കിവിടെ നടന്ന് നടന്ന് നിങ്ങൾക്കിവിടെ വ്യായാമം ചെയ്യാം. അതാണ് ഇവിടുത്തെ മെയിൻ തീം തന്നെ അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് കയറിയപ്പോൾ ഇതാ ഒരു കുഞ്ഞു മാൻകുട്ടിയുടെ പ്രതിമ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട് ഇത് കാണാനില്ലേ. ഒറിജിനൽ മാൻ നിൽക്കുന്ന പോലെ ഉണ്ട്. ദൂരത്തുനിന്ന് നോക്കിയപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഇവിടെ പിന്നെ ചെറിയൊരു വനം പോലെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. വനമൊന്നും നല്ല, ഇവിടെ പച്ചക്കറികളും അങ്ങനെ സസ്യങ്ങളും എല്ലാം വെച്ച് നല്ലൊരു വനം പോലെ ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇരിക്കാവുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. നടന്ന് കാല് കഴിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാം. പിന്നെ അവിടെ വെള്ളമെല്ലാം ഉണ്ട്, നമുക്ക് വെള്ളം വേണേൽ കുടിക്കാം. അപ്പോൾ കുറച്ച് നേരം നടക്കുമ്പോൾ തന്നെ നമുക്ക് ദാഹിക്കുമല്ലോ, അപ്പോൾ അതിനുവേണ്ടി വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ അകത്തോട്ട് വേണേൽ കയറിപ്പോകാം കേട്ടോ. ഇവിടെ വാഴയും അങ്ങനെ പല പല ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടായിട്ട് നമുക്കൊരു കാടിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇവിടെ എല്ലാം പച്ചക്കറികളെ പറ്റിയുള്ള ബോർഡുകളും വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ കുറേ സാധനങ്ങളും അതുപോലെ പച്ചക്കറി സാധനങ്ങൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ എഴുതിയേക്കുന്ന, അതായത് കലോറി കുറഞ്ഞ പച്ചക്കറികൾ എന്ന് ബോർഡ് ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് ശ്രീ ബിന്ദു മോക്ക് പറയാനുള്ളത്? സ്ത്രീ പുരുഷനോട് പറയാനുള്ളത്,
സ്ത്രീ പുരുഷൻ അമ്മാവും മിഥുൻകുമാറിനോട് പറയാനുള്ളത്, എനിക്ക് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ്. ശരിയാണ്, കൃത്രിമ ലഹരി, നമ്മൾ പോവലി, മദ്യപാനം, കഞ്ചാവൊക്കെ നല്ലത് നമുക്കുള്ള സ്ഥലത്ത് പച്ചക്കറി, പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നത്. വെള്ളം ഇല്ലാത്ത അവസ്ഥകൾ ഉള്ളവരും ഉണ്ടെങ്കിലും ഉള്ളതുകൊണ്ട് നമ്മൾ അരി കഴുകുന്ന കാടി, നമ്മൾ ചീനി കഴുകുന്ന കാടി, അങ്ങനെ വേസ്റ്റ് മുഖം കഴുകുന്ന അങ്ങനെയൊക്കെ ഉള്ളവരും മതി. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന 2 വാഴ അല്ലെങ്കിൽ ഒരു ചേന, മുറ്റത്തൊരു ചെടിത്തണ്ട്, നമുക്കതിനകത്തൊരു പൂ വിരിയുമ്പം അതൊക്കെ ഒരു ലഹരിയാണ്. അപ്പം നമ്മൾ അതിലോട്ട് തന്നെ നമ്മുടെ മനസ്സ് അതിന് അടിമപ്പെട്ടു പോകും. മറ്റേത് നമ്മൾ അത് ആരോഗ്യത്തിന് നല്ലതാണ്. നമുക്ക് കുറേ കാലം കൂടെ നമുക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കാം. ഇത്രേ ഉള്ളൂ. ഉം. പിന്നെ ഇവിടെ ചേനയെ പറ്റിയൊക്കെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. മലയാളികളുടെ ആഹാരത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പച്ചക്കറിയാണ് ചേന. ഭൂമിക്കടിയിൽ വളരുന്ന ഇതിന്റെ തണ്ടും തളിരിലയും എല്ലാം ഭക്ഷ്യയോഗ്യമാണ്. അവിയൽ, കൂട്ടുകറി, തോരൻ, കാളൻ തുടങ്ങിയ പല വിഭവങ്ങളും ചേന കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ ഇതിനെപ്പറ്റി കുറേ ഉണ്ട്. പിന്നെ ഞാൻ കൂടുതലൊന്നും വായിക്കുന്നില്ല. പിന്നെ ചേനയുടെ പോലത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വള്ളികളിൽ വളരുന്ന പച്ചക്കറികൾ എന്നാണ് അടുത്ത ബോർഡിൽ. കുമ്പളങ്ങ, പാവയ്ക്ക, കോവയ്ക്ക, പടവലം, പിച്ചിങ്ങ, ചൂരയ്ക്ക, മത്തങ്ങ തുടങ്ങിയവ ഇവയിൽ ഉൾപ്പെടുന്നു. അടുത്ത ബോർഡ് കണ്ടത് പപ്പായയാണ്. ഓമയ്ക്ക, കപ്ലങ്ങ, പപ്പായ എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. കേരളത്തിൽ സുലഭമായി കാണപ്പെടുന്ന പപ്പായ കീടനാശിനികളുടെ സഹായമില്ലാതെ വളരുന്നതിനാൽ പേടിക്കാതെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അടുത്ത ഇലക്കറികളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇത് ഞാൻ വായിക്കുന്നില്ല, കാരണം വായിച്ചാൽ കുറേ ഉണ്ട്. ഇനി നിങ്ങൾ തന്നെ വായിച്ചെടുത്തു. അടുത്ത ചക്കയാണ്. നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഫലമാണ് ചക്ക. ലോകത്തിൽ തന്നെ കേരളത്തിലാണ് ചക്ക ഏറ്റവും അധികം ലഭിക്കുന്നത്. അപ്പോൾ ചക്കയുടെ ഊഴം കഴിഞ്ഞപ്പോൾ നേരെ വന്നേക്കുന്നത് വാഴപ്പഴം. വാഴപ്പഴത്തെ പറ്റി ഇതിനകത്ത് എഴുതിയേക്കുന്ന വെച്ചാൽ ലോകത്തിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു പഴമാണ് വാഴപ്പഴം. ഇതിന്റെയും പിന്നെ കുറെ ഉണ്ട്, ഞാനൊന്നും വായിക്കുന്നില്ല. വായിച്ചാൽ പിന്നെ കുറെ സമയം കൊണ്ടുവരും. അതുകൊണ്ട് നേരെ ഞാൻ അങ്ങോട്ട് നടന്ന്. ഇത് പെറ്റ് ബേർഡ്സിന്റെ ഒരു സെക്ഷനാണ്. ഇതിനകത്ത് പലതരം കിളികളും പിന്നെ ഈ തത്തകളും ഉണ്ട്. കൂടുതൽ പലതരം കളറുള്ള തത്തകൾ. പിന്നെ നമ്മളതിന് കൂടുതൽ അടുത്തോട്ട് പോയില്ല, കാരണം അവിടുത്തെ പുള്ളി അതിന് തീറ്റയും വെള്ളമെല്ലാം കൊടുക്കുകയാണ്. പിന്നെ അതിൽ നേരം നമ്മൾ അവിടെ നിന്ന് കുറച്ചു നേരം അതിനെയൊക്കെ കണ്ടിട്ട് താഴോട്ടങ്ങ് പോകുമെന്ന് വിചാരിച്ചു. ഇവിടെ ബുദ്ധന്റെ ഒരു സ്റ്റാച്ചു കാണാൻ പറ്റും. ഇവിടെ ഇരുന്ന് കുറെ ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു. അടിപൊളിയാണ് അവിടെ ഇരിക്കുക. ഇത് കണ്ടോ ഗൈസ്, എന്തോ ഇതിന് പറഞ്ഞ കടലാസ് റോസാ. കടലാസ് റോസ, ബോഗൻ വില്ല എന്നില്ലേ പറയുന്നേ? ബോഗൻ വില്ല, അതിന്റെ പല കളറുണ്ട്. രസമുണ്ട് കാണാൻ. അതിന്റെ വെള്ളക്കകത്ത് കുറച്ചേ ഉള്ളു. ഇത് വേറെ കളർ. സാറ് ഓടുന്ന അണ്ണൻ സാറ് അവിടെ നട. പിന്നെ പന്തളത്തെ ഈ സ്ഥാപനം വർഷങ്ങളായുള്ള ആയുർവേദ ചികിത്സാ പാരമ്പര്യത്തിന് പേരുകേട്ടതുകൂടിയാണ്. സുഖചികിത്സ, പിഴിച്ചിൽ, ഞവരക്കിഴി തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ വളരെ കൃത്യമായി നടക്കുന്നു. ഇവിടെ എല്ലാം പിന്നെ ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഫോട്ടോ എടുക്കാനൊക്കെ. ഇവിടെ എല്ലാം മതിലിലും എല്ലാം കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടുത്തെ ഈ ചുറ്റുമുള്ള മരങ്ങളും പച്ചപ്പും ഒന്ന് ശ്രദ്ധിച്ച്. ഈ ഒരു വൈബ് തന്നെയാണ് പകുതി അസുഖവും മാറ്റുന്നത്. ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് താമസിച്ച് ചികിത്സിക്കാറുണ്ട്. നല്ല വൃത്തിയുള്ള മുറികളും ശാന്തമായ അന്തരീക്ഷവുമാണ് ഇവിടുത്തെ പ്രത്യേകത. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളോട് മുമ്പ് പറഞ്ഞില്ലേ, എനിക്ക് വലിയൊരു സമാധാനം തോന്നി. നല്ലതായിട്ടൊന്ന് മൈൻഡ് റിഫ്രഷ് ആയിട്ടുണ്ട്. മനസ്സിലെ കുറേ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച പോലെ ഒരു തോന്നലല്ല, സത്യമായിട്ട് എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച പോലെയാണ് ഈ പ്രകൃതി നമുക്കങ്ങോട്ട് തരുന്നത്. അതായത് പ്രകൃതിയിലോട്ട് നമ്മളങ്ങോട്ട് അലിഞ്ഞു ചേർന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ ഇവിടെ അനുഭവിക്കുകയാണ്. ഇവിടെ പിന്നെ തടി കൊണ്ടുണ്ടാക്കിയ ഒരു ജിറാഫിനെ കാണാം. അത് നല്ല രസമുണ്ട് കാണാൻ. ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ചും ഭക്ഷണശീലത്തെക്കുറിച്ചുമൊക്കെ അവബോധം നൽകുന്ന നിരവധി ബോർഡുകൾ അങ്ങിങ്ങായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരു മനുഷ്യന്റെ ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ കാണുന്നത്. സ്റ്റാച്ചുവിൽ നോക്കുമ്പോൾ ഇവിടെ നെഞ്ചത്തോടും വയറിൽ കൂടൊക്കെ ഇങ്ങനെ കമ്പി തുളഞ്ഞ് കയറുന്നതായിട്ടാണ്. ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു സ്റ്റാച്ചു ആണ് ഇത്. ഈ സ്റ്റാച്ചുവിന്റെ അപ്പുറത്തായിട്ട് ഒരു സെൽഫി പോയിന്റ് ഉണ്ടായിരുന്നു. അത് പക്ഷെ ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. അത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ അത് കാണുന്നില്ല. അതെന്താണ് അറിയത്തില്ല. അവിടെ ഒരു നീല വട്ടത്തിലൊക്കെ ഉള്ളത് നല്ല രസമാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ നിൽക്കുന്നത് ദാണ്ടടാ ഒരു ആന. നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു ആനയുടെ ഒരു സ്റ്റാച്ചു ആണ് ഇത്. കാണാൻ എന്ത് രസമാണല്ലേ, ഒറിജിനൽ ഒരു ആനയാണ്. ഇവിടെ വന്ന് കൂടുതൽ ആളുകളൊന്ന് ഫോട്ടോ എടുക്കുന്നത്. അവിടെ കുട്ടികളും മുതിർന്നവരും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അവിടെ മറ്റു കുട്ടികൾക്ക് കളിക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എല്ലാവരും അവിടെയാണ്. അപ്പം എൻ്റെ അമ്മയുടെ കണ്ണ് നേരെ ഇവിടുത്തെ ഈ ഊഞ്ഞാലിലോട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഈ ഊഞ്ഞാലിൽ കയറി ആടിയായിരുന്നു. അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് 2 ഊഞ്ഞാലുണ്ട്. ആദ്യം ഈ ഊഞ്ഞാലിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ അപ്പുറത്തോട്ട് പോയി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ അതാ ഒരു സിറ്റി വന്നതിൻ്റെ കൂട്ടും. ഇവിടെ ഇത് മൊത്തം ഫ്ലെക്സ് ആണ്. ഇവിടെ ഫോട്ടോ എടുത്ത് അർമാദിക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ ചാനലിൽ ഇടാൻ വേണ്ടി കുറച്ച് കോമഡി വീഡിയോസൊക്കെ ഇവിടുന്ന് തന്നെ
തന്നെ അമ്മയെക്കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യിപ്പിച്ച് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമാണ് ഇവിടെ. ഇത് നമ്മൾ കറക്റ്റ് ഈ ഫോണിൽ കൂടെ നോക്കുമ്പോൾ അടുത്ത് നിന്ന് നമ്മൾ ഈ ഫോൺ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ഒറിജിനാലിറ്റി തോന്നും, സിറ്റി നിൽക്കുന്ന പോലെ. എവിടെ തിരിഞ്ഞാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല രസമല്ലേ. അത് കഴിഞ്ഞ് അത് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ചെമ്മീനിൻ്റെ ഒക്കെ ഒരു പോസ്റ്റർ, അത് വേറെ ഒന്നുമല്ല, ഇവിടെ ഒരു പെട്ടിക്കടയാണ്. ഇതെന്തോ അമ്മാവ കല്ലാന്ന് അതിൻ്റെ കൂടെ കൊടുക്കുന്നത്, ഇത് നോക്കിയേ കല്ലൊക്കെ കൊടുക്കുന്നു. എന്തോ അമ്മാവാ ഇത് പറങ്ങാണ്ടി, ഇതെന്തോ അവിടെ ഇത് പാക്ക്. മാമ ഒരു നാരങ്ങ വെള്ളം. ഒന്നല്ല രണ്ട്. ഈ പഴം എൻ്റെ അടുത്തോ? ഈ പഴം കഴിച്ചിട്ട് വേണം ചത്തുപോകാൻ. മാമ ഇതൊക്കെ കണ്ടില്ലേ വേറെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഗൈസ്. മാമ ഇത് മുട്ടയാന്നോ? നാരങ്ങ കണ്ടോ, പഴയകാല ഇതെന്തോ അമ്മാവാ? ഗോലി സോഡ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണെന്ന് തോന്നുന്നത് ഇതിൽ ഈ പെട്ടിക്കട. പിന്നെ ഈ പെട്ടിക്കട അപ്പുറത്തായിട്ട് കുറേ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടി. ഇതാ ഒരു പഴയൊരു സൈക്കിളും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ദാണ്ടട ഒരു കാളവണ്ടി. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ മിക്കത് ഒറിജിനാലിറ്റി തോന്നുന്നു, അതുപോലെ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഉണ്ടാക്കിയവർക്ക് എന്തുമല്ല ഒരു കയ്യടി അറിയിക്കുന്നു. അപ്പോൾ ഞാനും അമ്മയും ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഫോട്ടോസൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ഇടാൻ, പോസ്റ്റ് ചെയ്യാൻ. നിങ്ങളൊന്ന് കണ്ടിട്ട് നല്ലതാണെങ്കിൽ നല്ലതാണ് പറയണേ. അത് ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ കണ്ടം പൂട്ടുന്ന സാധനമൊക്കെ ഉണ്ട്, അത് കയറി നമുക്ക് ഇങ്ങനെ അത് പൂട്ടാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നാണ്ട് ഈ മ്യൂസിയത്തിലാണ് പഴയ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇങ്ങോട്ട് വന്ന് ഇത് പഴയ കാലത്തെ കയറി വരുമ്പോൾ തന്നെ ബാബാ ഇത് കണ്ടില്ലേ പഴയ കാലത്ത്. ഇത് എന്തോരം കലപ്പ അല്ലയോ, കലപ്പ മഴു. ഇത് മഴു കോഴിയെ ഇടുവന്ന്. മീനെ പിടിക്കുന്നല്ലയോ? മീനെ പിടിക്കും, കോഴിയെ ഇടും. ഇത് തല വെക്കുന്നല്ലയോ? അമ്മ വെച്ചിട്ടുണ്ടോ ഇതൊക്കെ? ഇത് പറ വെക്കുന്നില്ലേ പണ്ടത്തെ? ഇത് ഉലക്ക, പഴയ റേഡിയോ അല്ലയോ? ഒക്കെ എടുത്തിട്ട് ഭരണിയുണ്ടോ പണ്ട് കാലത്തെ? പഴയകാല ഇസ്തിരിപ്പെട്ടി. ഭരണി ഇത് ഇസ്തിരിപ്പെട്ടിയല്ല, അത് ഇസ്തിരിപ്പെട്ടിയാ. ഇത് പാട്ടുപെട്ടി. ഇത് പിന്നെ ഈ പൈസ ഒക്കെ വെക്കുന്ന പഴയല്ലയോ? അതുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലോ അല്ലേ? കാശുള്ളവരിങ്ങനെ ചായ പഴയകാലത്ത് ടെലിഫോണ്, ഫാൻ, മണ്ണെണ്ണ ഫാൻ ആദ്യമായിട്ട് കാണും. മുമ്പ് പറഞ്ഞാൽ ഒരു പൈസ വെക്കുന്ന പെട്ടി മാത്രമല്ല, അതിനകത്ത് ആഭരണം വെക്കുന്ന ആഭരണ പെട്ടിയും കൂടെയാണ്. പിന്നാണ്ട് ഇവിടെ കുറേ മൺചട്ടിയും മണ്ണിൻ്റെ ഗ്ലാസും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് മണ്ണ് കൊണ്ടൊക്കെ ഉള്ളത്. ഇത് മിക്കതൊക്കെ നമ്മൾ കണ്ടു കാണും, ഇപ്പോഴും കാരണം മിക്ക വീട്ടിലും ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ചിരട്ടത്തവിയൊക്കെ ഉണ്ട്, അതിപ്പോഴും ഞങ്ങളുടെ വീട്ടിലുണ്ട്, അതുകൊണ്ട് അതൊന്നും വലിയ ഇതില്ല. ഈ പുട്ടുകുറ്റി കണ്ടോ, എന്ത് രസമാണല്ലേ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പുട്ടുകുറ്റി, പിന്നെ ഇതൊക്കെ നമുക്കറിയാം, അപ്പുറത്തൊക്കെ ഇരിക്കുന്ന കുഞ്ഞു ഭരണി, അച്ചാറൊക്കെ ഇട്ട് വെക്കുന്നത്. ഒത്തിരി പഴയ സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്, നൊസ്റ്റാൾജിക്ക് ഫീലിന് വേണ്ടി. ഒരു മുറങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് ഇപ്പോഴും ഒത്തിരി എടുത്ത് ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഇത് കണ്ടോ, അടച്ചൂറ്റി എന്ന് പറയുന്ന പഴയ കാലത്തെ സാധനമൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, എന്നാലും ഒന്ന് കാണാമെന്ന് വെച്ച്. ഇത് നമ്മൾ മുമ്പ് കണ്ട സാധനമില്ല, പാടത്തൊക്കെ പൂട്ടുന്നത്. ഇതിനകത്തൊക്കെ കയറിയൊക്കെ ഇരിക്കാം കേട്ടോ. കേരളത്തിൽ ഉയർന്നു വരുന്ന ഡൈവേഴ്സ് റേറ്റും പേഴ്സണൽ വെഹിക്കിൾ യൂസും കണക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ടീം ഈ പാർക്കിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. വാഹനങ്ങൾ കൂടി വരുന്നതോടുകൂടി ഫിസിക്കൽ ആക്ടിവിറ്റിയായ നടപ്പൊക്കെ കുറഞ്ഞു വരുന്നത്, ഡയബറ്റീസ് റേറ്റ് കൂടുന്നുണ്ട് എന്ന സന്ദേശമൊക്കെ ഒരു കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ ശരിയാണ്. 100 മീറ്റർ നടക്കണമെങ്കിൽ പോലും നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഈ കാലത്ത് ഈ തീമൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിർമ്മിച്ച ലാൻഡ് പെയിന്റഡ് ബോർഡിൽ നിന്ന് മോഡേൺ ചെയ്തെടുത്ത ഒരു വിന്റേജ് ചെസ് ബോർഡ് ഇവിടെയുണ്ട്. ഇവിടെ ഈ പ്രകൃതിയുമായുള്ള കണക്ഷൻ മാനസിക സമ്മർദ്ദം കുറയ്ക്കുമെന്നുള്ള ആശയമാണ് ഈ പാർക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടത് ചർക്കയാണ്. ചർക്ക എന്തെന്ന് വെച്ചാൽ നൂൽ നൂൽക്കുന്നതിനായി ഉപയോഗിക്കുന്ന
ഉപയോഗിക്കുന്ന ഒരു പരമ്പരാഗത ഉപകരണമാണ് ചർക്ക. ലളിതമായി പറഞ്ഞാൽ പരുത്തിയിൽ നിന്നും മറ്റും നൂലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചക്രം. അടുത്ത ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈർച്ചയാണ് ഇവിടെ കാണുന്നത്. മരമോ ലോഹമോ മുറിക്കുന്ന പ്രക്രിയയാണ് ഈർച്ച, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സോയിങ് എന്ന് പറയുന്നത്. തടി അറുക്കുന്നതിനെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. ഇതിനെപ്പറ്റിയല്ല ഇവിടെ എല്ലാത്തിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കി വായിക്കാവുന്നതാണ്. അടുത്ത ഇവിടെ നോക്കുമ്പോൾ ഒരു അമ്മച്ചി ഇവിടെ നിന്ന് കയറ് നിർമ്മിക്കുന്നതായിട്ടാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കയറ് നിർമ്മാണം എന്ന് വെച്ചാൽ ചർക്കയും ഈർച്ചയും പോലെ തന്നെ കേരളത്തിന്റെ പാരമ്പര്യവുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കയർ നിർമ്മാണം. തെങ്ങിന്റെ തൊണ്ട്, അതായത് ചകിരി ഉപയോഗിച്ചാണ് പ്രധാനമായി കയർ നിർമ്മിക്കുന്നത്. അടുത്ത ഇവിടെ നോക്കിയപ്പോൾ കൊല്ലന്റെ ആലയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അതായത് ഇരുമ്പ് പഴുപ്പിച്ചു അടിച്ച് പദം വരുത്തി വിവിധ ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കുന്ന സ്ഥലത്തെയാണ് കൊല്ലന്റെ ആല എന്ന് പറയുന്നത്. അടുത്ത ഇവിടെ നോക്കിയപ്പോൾ കുശവന്റെ ചക്രം ആണ് ഇവിടെ കാണാൻ സാധിച്ചത്. കുശവൻ അഥവാ കുംഭാരൻ മണ്ണുകൊണ്ട് വിവിധ തരം പാത്രങ്ങളും കലാസൃഷ്ടികളും നിർമ്മിക്കുന്ന കലാകാരനാണ്. അടുത്തായി നമ്മളിവിടെ നോക്കിയപ്പോൾ ചക്കാണ് ഇവിടെ കണ്ടത്. അതായത് എണ്ണക്കുരുകളിൽ നിന്ന് എണ്ണ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായ യന്ത്രമാണ് ചക്ക്. പിന്നെ അങ്ങോട്ട് പോകുന്നവരും ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അച്ചൻകോവിലാറിന്റെ സൈഡിലാണ് ഈ ഹെൽത്ത് പാർക്ക് ഉള്ളത്. ഈ നദീതീരത്തിന്റെ അടുത്തോട്ട് പ്രവേശനമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തിയായിരുന്നു ഒന്നും കൂടെ നല്ലതായേനെ ഇല്ലേ, കുറെ കൂടെ ആളുകളൊക്കെ വന്നേനെ, നല്ലതായിട്ട് ഇവിടെ നല്ലപോലെ തിരക്കം കണ്ടേനെ. പിന്നെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു അമ്മച്ചി തിരിഞ്ഞിരുന്ന് എന്തോ അമ്മിക്കല്ലിൽ ഇരുന്ന് ഇങ്ങനെ എന്തോ അരയ്ക്കുന്ന പോലാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അവിടെ എന്തോ എണ്ണയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ നനച്ചൊക്കെ വെച്ചേക്കൊണ്ട് ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് തോന്നിപ്പിക്കാനെ കൊണ്ടാന്ന് തോന്നുന്നു. അത് തന്നെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരു ബേക്കറി പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൊത്തം ഫ്ലെക്സ് ആണ്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ചില്ലുകുട്ടി ബിസ്ക്കറ്റ് ഒക്കെ ഇരിക്കുന്ന പോലെ തോന്നും, പക്ഷെ മൊത്തം ഫ്ലെക്സ് ആണ്. ഇവിടെ തുടരുന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട്, നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ ബണ്ണും ബർഗറും ഇല്ല മുട്ട പപ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. കേക്കൊക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ യോഗയ്ക്കും മെഡിറ്റേഷനും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഒരു യോഗ ഹാളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് ശേഷം മാത്രമേ ഇവിടെ യോഗ ചെയ്യാൻ സാധിക്കൂ. ഇവിടെ കൊച്ചു കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയയും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഊഞ്ഞാലുകളും സ്ലൈഡുകളും ബാസ്കറ്റ് ബോളും ഒക്കെ ഈ പ്ലേ ഏരിയയിൽ കൊച്ചു കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കഴിയും. കളിച്ച് ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ ഇവിടെ കുടിക്കാൻ വേണ്ടി പ്യൂരിഫൈഡ് വാട്ടറും ഇവിടെ കുടിക്കാൻ ലഭിക്കും. കുട്ടികളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന കൺസെപ്റ്റോടു കൂടിയാണ് ഈ പ്ലേ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഔട്ട്ഡോർ ജിമ്മും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈക്ലിങ്ങും ട്വിസ്റ്ററും ഒക്കെ അടങ്ങിയ ഈ ഔട്ട്ഡോർ ജിം നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇൻഡോർ ജിമ്മുകളെ അപേക്ഷിച്ച് ശുദ്ധവായും സൂര്യപ്രകാശവും ഒക്കെ ലഭിക്കുന്ന ഔട്ട്ഡോർ ജിമ്മിലെ വ്യായാമം കൂടുതൽ ഹെൽത്തി ആകുമെന്നുള്ളത് ഇതിന്റെ പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ഈ കാണുന്ന ഫോട്ടോകൾ നമ്മൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ട് തല തിരിച്ചു നോക്കുമ്പോൾ വേറെ രൂപങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർ സമയം ശ്രദ്ധിക്കണം. രാവിലെ 5:30 മുതൽ 8 വരെയും വൈകുന്നേരം 3 മുതൽ 7:30 വരെയുമാണ് പ്രധാന പ്രവേശന സമയം. അപ്പോൾ ആരോഗ്യ നികേതനത്തെക്കുറിച്ചുള്ള ഈ കൊച്ചു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ ഇനിയും നല്ല കണ്ടന്റുകൾ വരാനുണ്ട്. മറക്കണ്ട, നമ്മുടെ സ്പെഷ്യൽ ഹോം ടൂർ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.